ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ ഈ ബറാത്ത് നോമ്പോറ്റതിന് തെളിവെന്താണ്? തെളിവ് മുൻഗാമികളായ സാരികൾ എഴുതിച്ചു എന്നുള്ളത് തന്നെയാണ്. അതത്ര മതി, അതിന് തെളിവ് അത്ര മതി. എന്തുകൊണ്ട്? ഹദീസ് കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല, ഒരാളെ കയ്യിലുമില്ല. അത് അത്രേ ആവശ്യമുള്ളൂ. എന്തുകൊണ്ട്? ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലാത്തത് അറിവുള്ളവർ പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കണം എന്നത് ഖുർആന്റെ പ്രത്യക്ഷ തെളിവാണ്. നൂറ്റാണ്ടുകൾ അനവധിയായി പരക്കെ അറിവുള്ളവരായി അംഗീകരിക്കപ്പെടുന്ന ഇമാമികളാണ് ഇവരൊക്കെ. ഇമാം സുയൂത്തി ആണെങ്കിലും റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി ആണെങ്കിലും റളിയല്ലാഹു അൻഹു, ഇമാം നവവി ആണെങ്കിലും റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ലോകത്ത് നൂറ്റാണ്ടുകൾ അനവധിയായി വലിയ മാത്തുക്കളായി അറിയപ്പെട്ട മഹാന്മാരായ അറിവാളന്മാരാണ് ഇവർ. ഖുർആനിൽ ഒന്നുണ്ട്, നിങ്ങൾ ഖുർആൻ കണ്ടത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നില്ല. നിങ്ങൾക്ക് അറിവ് ലഭിക്കാത്ത കാര്യങ്ങൾ അത് അറിവുള്ളവർ പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കണം എന്നത് ഖുർആന്റെ തെളിവാണ്. ഇന്നുള്ളവരൊക്കെ മാറ്റിവെക്കാം. ഇപ്പം ലോകം പരക്കെ അറിവുള്ളവൻ എന്ന് അംഗീകരിക്കുന്ന മഹാന്മാർ, അറിവുള്ളവർ. ഇമാം ഗസ്സാലി അറിവില്ലാത്ത ഒരാളായിരുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ആകാശത്തിന് ചോട്ടിൽ ഭൂമിക്ക് മുകളിൽ ഉണ്ടായിട്ടില്ല. ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ പകരം വെക്കാനില്ലാത്ത അറിവാളനാണ് ഇമാം ഗസ്സാലി എന്ന് പറയാത്ത ആരുമില്ല. അപ്പം ഇവരൊക്കെ ഈ ബറാഅത്ത് രാത്രിയിലെ പ്രത്യേകതകൾ എണ്ണി എണ്ണി പറഞ്ഞതാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്. പിന്നെ ഏതൊരു ഖൈറ് നടന്നാലും ആ ഖൈറിനോടനുബന്ധിച്ച് സന്തോഷിക്കാൻ വേണ്ടി നോമ്പ് നോറ്റ് സന്തോഷിക്കൽ മുഅ്മിനീങ്ങളുടെ രീതിയാണ്. ചിലപ്പോൾ അതിന് പ്രത്യക്ഷമായ ഹദീസുകൾ കണ്ടേക്കാം, ഹദീസുകൾ ഉണ്ട് താനും. ഫഖൂമു ലൈലഹ വസുമു നഹാറഹ പോലുള്ള ഹദീസുകൾ അനവധി കാണാം. ഈ ഹദീസുകൾ ദഈഫാണെങ്കിൽ പോലും ചില അമലുകൾ ചെയ്യാൻ ഒരു നിയമം കണ്ടുപിടിക്കാനല്ല, ചില ഫളായിലായ ചില ശ്രേഷ്ഠതയായ അമലുകൾ ചെയ്യാൻ അത് എമ്പാടും മതിയാവും. ദഈഫായ ഹദീസ് മതിയാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹദീസുകൾ കൊടുക്കാൻ ഇന്ന് മുസ്ലിം ലോകത്തിന് സാധ്യമല്ല. കാരണം മുസ്ലിം ലോകത്തിൻ്റെ കയ്യിൽ എന്തില്ല? ഹദീസില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ നാം ഇറക്കി, അത് നാം സംരക്ഷിക്കുന്നു പറഞ്ഞാൽ അല്ലാഹു തആല എന്തേ ഏറ്റിട്ടുള്ളൂ? ഖുർആൻ സംരക്ഷിക്കാനേ ഏറ്റിട്ടുള്ളൂ, ഹദീസ് സംരക്ഷിക്കാൻ അല്ലാഹു ഏറ്റിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ അല്ലാഹു സംരക്ഷിക്കും, ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേ സമയത്ത് ഹദീസ് സംരക്ഷിക്കാൻ അല്ലാഹു തആല ഏറ്റിട്ടില്ല. അത് അല്ലാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമായിരിക്കാം. അതുകൊണ്ട് തന്നെ AD 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വന്ന താർത്താരിയൻ ആക്രമണത്തിന് ശേഷം, അതിനു മുമ്പും വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശേഷം മുസ്ലിങ്ങൾക്ക് ഹദീസുകൾ നഷ്ടപ്പെട്ടു. ഇന്ന് അച്ചടിയുണ്ട്, പഴയ കാലത്ത് അച്ചടിയില്ല. പഴയ കാലത്ത് എന്തായിരുന്നു? എല്ലുകളിലും തോലുകളിലും എന്ത് ചെയ്യും? എഴുതി വെക്കും. ഇതാണ് താർത്താരികളും റോമക്കാരും വന്നിട്ട് ടൈഗ്രീസ് നദിയിലേക്ക് വലിച്ചിട്ട് 6 മാസത്തോളം ടൈഗ്രീസ് നദിയിലെ വെള്ളം കറുത്തു എന്ന ചരിത്രം. ഇത് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അനർഘ നിമിഷത്തിലാണെന്ന് എൻ്റെ തോന്നുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ പോലും ഈ സംഭവം രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. ബഷീർ ഒരു മതപരമായ ഒരു സ്കോളറൊന്നുമല്ല, പക്ഷെ അദ്ദേഹം പോലും അത് രേഖപ്പെടുത്തിയതായി അനർഘ നിമിഷത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. ബഷീറിൻ്റെ ചെറിയൊരു പുസ്തകമുണ്ട്, അനർഘ നിമിഷം. ആ പുസ്തകത്തിലാണ് എൻ്റെ ഓർമ്മ. വൈക്കം മുഹമ്മദ് ബഷീർ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ടൈഗ്രീസ് നദിയിലെ വെള്ളം കറുത്ത് കലങ്ങിപ്പോയി. എന്തുകൊണ്ട്? റോമക്കാരും മംഗോളിയക്കാരും കൂടിച്ചേർന്ന് ബഗ്ദാദിനെ ആക്രമിച്ചു. ബഗ്ദാദിനെ ആക്രമിച്ചപ്പോൾ അവർ 10 ലക്ഷം ആളുകളെയാണ് 10 ദിവസം കൊന്നത്. 10 ലക്ഷത്തിലേറെ. ഔദ്യോഗിക കണക്ക് എത്രയെന്ന് അറിയില്ല. ഫെബ്രുവരി തുടക്കം 1258 എൻ്റെ ഓർമ്മ. 57, 58, 53 ഒരു വർഷമാണത്. ഏതായാലും അതാണ് ആ വർഷം. 1250-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ ആണ് വർഷം. ലാസ്റ്റ് മംഗോളിയൻ സൈന്യം നേരെ പോയി റോമയിൽ പോയിട്ട് അവർ റോമക്കാരെയും കൊണ്ട് അവർ തമ്മിൽ യോജിച്ചു. എന്നിട്ട് ഒന്നിച്ച് ബഗ്ദാദ് ആക്രമിക്കാൻ വേണ്ടി വന്നു. 10 ദിവസം കൊണ്ട് ഔദ്യോഗിക കണക്കിൽ ഓക്സ്ഫോർഡിനെയും കേംബ്രിഡ്ജിനെയും പോലെയുള്ള ലോകത്തെ ഔദ്യോഗിക യൂണിവേഴ്സിറ്റിയിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഓക്സ്ഫോർഡിൻ്റെയും കേംബ്രിഡ്ജിൻ്റെയും ഒക്കെ കയ്യിലുള്ള ഇന്നത്തെ ചരിത്രരേഖ അനുസരിച്ച് 10 ലക്ഷത്തോളം മുസ്ലിങ്ങളെ 10 ദിവസം കൊണ്ട് താർത്താരികൾ കൊലപ്പെടുത്തി. ഇന്ന് 10 ലക്ഷം ആളുകളെ കൊല്ലിറങ്ങാൻ എളുപ്പമാണ്. എന്തുകൊണ്ട്?
ഒരു രാസായുധം പ്രയോഗിച്ചാൽ മതി. അന്ന് 10 ലക്ഷം ആളുകളെ കഴുത്തിന് വിട്ടുകയറാൻ കുറച്ച് പണിയാണ്. 10 ലക്ഷം ആളുകളെയാണ് താർത്താരികളും റോമക്കാരും ചേർന്നിട്ട് 10 ദിവസം കൊണ്ട് കൊന്നത്. എവിടെ? ബഗ്ദാദിൽ. ഫാൾ ഓഫ് ബഗ്ദാദ് എന്ന പേരിൽ ഈ ചരിത്രം വ്യക്തമായി ലോകത്തെ അതിപ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നുള്ള ചരിത്രരേഖയാണ് ഈ പറയുന്നത്. ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ വർഷം പോലും ആ ചരിത്രരേഖകൾ പരിശോധിച്ചിട്ടുണ്ട്, വെറുതെ പറയല്ല. അപ്പോൾ ഫാൾ ഓഫ് ബഗ്ദാദിന്റെ ഈ സന്ദർഭത്തിൽ അവർ എന്ത് ചെയ്തു? ദശലക്ഷക്കണക്കിന് കിതാബുകൾ വലിച്ചെറിഞ്ഞു ടൈഗ്രീസ് നദിയിലേക്ക്. ബഗ്ദാദ് പട്ടണം ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ബഗ്ദാദ് പട്ടണം എന്ന് പറഞ്ഞാൽ പട്ടണത്തിനെ നടുക്കെ പിളർക്കാണ് ടൈഗ്രീസ് നദി. ബഗ്ദാദ് പട്ടണത്തിന് നടുവിലൂടെയാണ് എന്തൊഴുകുന്നത്? ടൈഗ്രീസ് ഒഴുകുന്നത്. പിന്നെ 150 കിലോമീറ്റർ പോയാൽ യൂഫ്രട്ടീസിലെത്തും. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് മെസൊപ്പൊട്ടോമിയ. മനസ്സിലായില്ല? ടൈഗ്രീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണ് ചരിത്രത്തിൽ അറിയപ്പെട്ട മെസൊപ്പൊട്ടോമിയൻ. അവിടെയാണ് മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഈ ടൈഗ്രീസ് നദി എന്ന് പറഞ്ഞാൽ ബഗ്ദാദ് പട്ടണത്തിൻ്റെ നടുവിലാണ്. ഞാൻ പലവട്ടം ടൈഗ്രീസ് നദി കണ്ടിട്ടുണ്ട്, പലവട്ടം. അപ്പോൾ ടൈഗ്രീസ് നദിയിലേക്ക് വലിച്ചിട്ടു ഗ്രന്ഥങ്ങൾ. അങ്ങനെ ദശലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു. ഈ ഗ്രന്ഥങ്ങളാകട്ടെ പകരം ഒന്നില്ലാത്ത ഗ്രന്ഥങ്ങളുമായിരുന്നു. ഇന്നത്തെ പോലെയല്ല. ഇന്ന് ഒരു ഗ്രന്ഥം ആയിരക്കണക്കിന് അച്ചടിക്കും. അന്ന് അങ്ങനെയല്ല. ഇന്നൊരു ഗ്രന്ഥം ഒരാൾ കൈപ്പട കൊണ്ട് എഴുതിയുണ്ടാക്കും, പിന്നെ ഒരാൾ പകർത്തിയെങ്കിലായി. അങ്ങനെ ദശലക്ഷക്കണക്കിന് കിതാബുകൾ നഷ്ടപ്പെട്ടു. അതിൽ ദശലക്ഷക്കണക്കിന് ഹദീസുകൾ നഷ്ടപ്പെട്ടു. ഇന്നൊരാൾ ഒരു വിഷയത്തിൽ ഹദീസ്, സ്വഹീഹായ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, അതിന് മറുപടി പറയാൻ നിൽക്കുന്നത് രണ്ടും ഒരു തരം പൊട്ടത്തരമാണ്. ചോദിക്കുന്നവൻ എന്തു പറയുക, പക്ഷെ മറുപടി പറയാൻ നിൽക്കുന്ന പണ്ഡിതന്മാർ ഒരു തരം എന്താ പറയുക, ഫലമില്ലാത്തതിൽ വർത്തമാനം പറയും പോലെയാണ്. കാരണം ഇന്ന് മുസ്ലിമീങ്ങളെ കയ്യിൽ സർവാംഗീകൃതമായി ഞാൻ ഹദീസ് തന്നാൽ പോരല്ലോ, നിങ്ങൾ സ്വീകരിക്കണ്ടേ. ഞാനൊരു ഹദീസ് തന്നാൽ പോരാ, നിങ്ങളത് സ്വീകരിക്കണല്ലോ. അപ്പൊ സർവാംഗീകൃതമായ ഹദീസുകൾ ഇന്ന് മുസ്ലിങ്ങളെ കയ്യിലുള്ളത് 5000-ലും താഴെ. 5000-ലും താഴെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെറിയ വയസ്സിൽ 13-ാമത്തെ വയസ്സിൽ മുവത്ത മനപ്പാഠം ഉണ്ടായിരുന്നു എന്ന റെക്കോർഡ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു വലിയ അത്ഭുതമായി തോന്നിയില്ല. മുവത്ത മനപ്പാടൊക്കെ ഇത്ര വലിയൊരു പ്രശ്നമാണ്. മുവത്ത ഞാൻ ഓതിയിട്ടുണ്ട്. 1988 മുവത്ത ഞാൻ ദേവബന്ദിൽ ചോദിയിട്ടുണ്ട്. ചെറിയൊരു കിതാബാണ്. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് 13-ാമത്തെ വയസ്സിൽ മുവത്ത മനപ്പാഠം ഉണ്ടായിരുന്നു എന്ന താരീഖ് വായിച്ചപ്പോൾ എനിക്കതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റുമെന്ന് തോന്നിപ്പോയി. കാരണം മുവത്തയിലുള്ളത് 4000-ഓളം ഹദീസാണ്. അപ്പൊ ഇതൊരാൾക്ക്, ചെറുപ്പക്കാരനായ ഒരു കുട്ടിക്ക് പിന്നെ എന്താ പറയാ, 13-ാമത്തെ വയസ്സിൽ 4000 ഹദീസ് മനപ്പാടാക്കാൻ എന്താ പ്രശ്നം? പക്ഷെ പിന്നീട് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ അന്തപ്പെട്ടു. എന്തുകൊണ്ട്? അന്ന് മുവത്തയിൽ മാത്രം ഒരഭിപ്രായ പ്രകാരം ദശലക്ഷക്കണക്കിന് ഹദീസുണ്ട്. ഒരഭിപ്രായ പ്രകാരം 30 ലക്ഷം, ഒരഭിപ്രായ പ്രകാരം 40 ലക്ഷം ഹദീസാണ് മുവത്തയിലുള്ളത്. അത് മനപ്പാടാക്കി ഇമാം ഷാഫി. അവിടെയാണ് പ്രശ്നം. ഇന്ന് മുവത്തയിലുള്ളത് 4000 ഹദീസാണ്. പറഞ്ഞ് മനസ്സിലായില്ല. അപ്പൊ ബാക്കി ഹദീസോ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇന്നൊരാൾ നമ്മളോട് ചോദിക്കുകയാണ് ഈ വിഷയത്തിന് ഹദീസ് ഉണ്ടോന്ന് വെച്ചാൽ അവൻ ചെവി കൊടുക്കാൻ തന്നെ പാടില്ല. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയത്? എന്ത് കൊടുക്കാൻ നീ പറയുന്നത്? ഇതിനാണ് ഞാൻ ഇടപെടുന്നത്. ഇന്ന് പ്രാമാണികനായ ഒരു പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ നോക്കിയാൽ മതി. എന്നാൽ അടിസ്ഥാന പ്രമാണം മുസ്ലിമിക്ക് നഷ്ടപ്പെട്ടിട്ടുമില്ല. അടിസ്ഥാന പ്രമാണം എന്താ? എന്താണ് അടിസ്ഥാന പ്രമാണം? എന്താ? ഖുർആൻ. നഷ്ടപ്പെടൂല്ല. അപ്പൊ ഇന്ന് ഒരാൾ നിങ്ങളോട് ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്നവൻ നല്ലവനേ അല്ല. ഒരു സ്വദേശപരമായ ഒരാൾക്ക് അന്വേഷിക്കാം. എന്ത്? ആ വിഷയത്തിൽ ഹദീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അയാൾക്ക് മറുപടി പറയാം, ഹദീസ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇമാം നവവിയെ പോലത്തെ ഒരു മുഹദ്ദിസ് എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ മതി. അവരെ അംഗീകരിക്കാൻ ആരുടെ കൽപ്പനയുണ്ട്? എന്തിനാ വന്നിരിക്കുന്നത് നിങ്ങൾ? എന്തെങ്കിലും ഉദ്ദേശം? എന്തിനാണ് നിങ്ങൾ വരുന്നത്? എന്തെങ്കിലും എന്തിനാ വന്നത്? ഈ ഇമാം നബിയെ പോലത്തെ ആളുകളെ അംഗീകരിക്കണമെന്ന് എന്തിന്റെ നിർദ്ദേശമുണ്ട്?
പറയുടെ കുട്ടി ഖുർആനിന്റെ നിർദ്ദേശമുണ്ട്. നിങ്ങൾക്ക് അറിവില്ലാത്തത് അറിവുള്ളവർ പറഞ്ഞാൽ സ്വീകരിക്കണം. ഇമാം നബവി അറിവുള്ളവനാണെന്ന കാര്യത്തിൽ തർക്കം തന്നെ ഇല്ല. അപ്പൊ ഇന്ന് വെറുതെ ഇന്നിപ്പോൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പിന്നെ എന്താ ഇതിനെന്താ ഹദീസാണുള്ളത് തെളിവുള്ളതെന്ന് ചോദിക്കും. വെറുതെ നേരം കളയണത്. അതിന് നമ്മൾ ചെവിയും കൊടുക്കണ്ട. കണ്ടവർക്ക് മുഴുവനും മറുപടി പറയാൻ നമ്മളെ ബാധ്യതയാണെന്നാണ് എപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ എന്ന വിവരദോഷികൾ മനസ്സിലാക്കുന്നത്. കണ്ടവർക്ക് മുഴുവൻ മറുപടി പറയാൻ മുസ്ലിങ്ങൾക്ക് ബാധ്യതയില്ല. നമ്മളെ കയ്യിൽ അടിസ്ഥാന പ്രമാണമുണ്ട്. അത് വ്യക്തമായി അതിന്റെ വ്യാഖ്യാനം എഴുതി വെച്ച ഇമാമിങ്ങളുണ്ട്. ഒരു കാര്യം ഇമാമും പറഞ്ഞില്ല, നയ്യമുണ്ടണ്ട. ആ ഇമാമ് പ്രാമാണികനായാൽ മതി, നിനക്കത് തെളിവാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് അറിവില്ലാത്തത് അറിവുള്ളവർ പറയട്ടെ, സ്വീകരിക്കണം. ഇപ്പൊ ഇമാം ഷാഫി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കണം. എന്തുകൊണ്ട്? ഹിജ്റ 150 ജനിക്കുകയും ഹിജ്റ 204 54 വയസ്സിൽ മരിക്കുകയും ചെയ്ത ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു പ്രാമാണികനായ ഫഖീഹാണ്. അവരൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് ശരി തന്നെയാണ്. അവർക്ക് അബദ്ധം സംഭവിച്ചൂടെ? സംഭവിക്കാം. ആ അബദ്ധം സുബദ്ധമാണ്. ആരുടെ അബദ്ധം? മനസ്സിലായില്ല. മുജ്തഹിദായ പണ്ഡിതന്റെ അബദ്ധം സുബദ്ധമാണ്. ജനങ്ങൾക്കൊക്കെ അത് സ്വീകരിക്കാം. അവർക്ക് തെറ്റുപറ്റിക്കൂടെ? തെറ്റുപറ്റിക്കോട്ടെ, എന്താ? അവർക്ക് ശരിയായ തെറ്റേ സംഭവിക്കൂ, തെറ്റായ തെറ്റ് സംഭവിക്കൂല. പണ്ഡിതന്മാർക്ക് 2 തരം തെറ്റുണ്ട്, ശരിയായ തെറ്റും തെറ്റായ തെറ്റും. നമുക്കൊക്കെ തെറ്റേ പറ്റൂ, അവർക്ക് ശരിയേ പറ്റൂ. തെറ്റിയാലോ അത് ശരിയാണ്. എന്തുകൊണ്ട്? അവർ അത്രയും വലിയ ആളുകളാണ്. അവർക്ക് ഖുർആന്റെ കൽപ്പന ഉണ്ട്, അവർ സ്വീകരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം ആയിരക്കണക്കായ കൊല്ലങ്ങളായി തുടർന്നു വരുന്നതാണ് ഈ അമലുകളൊക്കെ. അതിന് അതിൻ്റെതായ സ്വഭാവം ഉണ്ടാവും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? പിന്നെ രണ്ടാമത്തെ ഒരു നന്മ കിട്ടിയാൽ, ഉദാഹരണം പറയാം, ഇന്നലത്തെ രാത്രിയുടെ പ്രമാണം പറഞ്ഞുകൊണ്ട് എന്താ പറയാ, വായ നിർത്താതെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം നബവിയെ പോലത്തെ പണ്ഡിതന്മാർ എത്രയാണ് പേജുകൾ ഇന്നലത്തെ രാത്രിയെ പറ്റി എഴുതിച്ചിട്ടുള്ളതെന്ന് അറിയോ? അപ്പൊ അത്രയും മഹത്തരമായ രാത്രിയിൽ ഒരു മഹത്വം കിട്ടിയ മുസ്ലിങ്ങൾക്ക് ഒരു പൊതുരീതി ഉണ്ട്. എന്ത്? പിറ്റേ ദിവസം നോമ്പ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി അണിക്കും. അങ്ങനെ കൂട്ടിക്കളാം. അതിപ്പോ എന്താ പ്രശ്നം? തല്ലുണ്ടാക്കാൻ നടക്കാൻ തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് കാലത്രേ? ഇത് 1446 വർഷമാണ് ഹിജ്റയുടെ. അപ്പോൾ മുസ്തഫ നബി അവിടുത്തെ ഖബർ ഷരീഫിലേക്ക് പോയിട്ട് 1435 കൊല്ലായി. ഹിജ്റ 11 വർഷമാണ് റസൂലുള്ളാഹി അവിടുത്തെ ഖബർ ഷരീഫിലേക്ക് പോയത്. 1435 കൊല്ലായി റസൂലുള്ളാഹി പോയിട്ട്. അപ്പൊ ഇന്ന് നമ്മളെ സംബന്ധിച്ച് മഹത്വമുണ്ട്. ഇപ്പം ഇങ്ങനത്തെ മഹാന്മാരായ ഇമാമിങ്ങളെ കിതാബ് നഷ്ടപ്പെട്ടാൽ പ്രശ്നം തന്നെയാണ്. അത് നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ആവശ്യത്തിന്റെ അളവ് നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. നഷ്ടപ്പെട്ടിട്ട് അതും ഉണ്ടാവും. പക്ഷെ ഇന്ന് നമുക്കത് അറിയില്ല. ഇന്നിപ്പോ നമുക്ക് ഏതൊക്കെ കിതാബാ നഷ്ടപ്പെട്ടെന്ന് അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു കിതാബിനെ പറ്റി ഇപ്പൊ കേട്ടുകേൾവി ഇല്ല. ഈ മനുഷ്യന്മാരൊക്കെ ഫാൾ ഓഫ് ബഗ്ദാദിന് മുമ്പ് ഇമാം ഗസാലി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് റിഫായി, ഇവർക്കെല്ലാം വലിയ പറ്റിയ ആളുകളല്ലേ? വലിയത് വലിയ തന്നെയല്ലേ? ഇവർക്കൊക്കെ എത്രയോ രചനകളുണ്ടാവും. ആ രചനകളിലും വലിയൊരു ശതമാനം ഇന്ന് മുസ്ലിമീങ്ങളെ കയ്യിൽ ഇല്ല. കാരണം അവർ AD 12-ാം നൂറ്റാണ്ടിലാണ്, ഇത് 13-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് വിഷയമോ ഇല്ല. എന്തുകൊണ്ട്? ആ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് ഉണ്ട്. എന്താ പ്രശ്നം? വെറുതെ തല്ലുണ്ടാക്കാൻ നടക്കുക. എന്തോ എന്നാലും തല്ലുണ്ടാക്കുക. ഈ ഒരു ഭാഗം ആളുകൾ ഇത് മാത്രമല്ല, റമദാൻ മാസത്തെ നടക്കണ്ടല്ലോ. റമദാൻ ആകെ 3 ദിവസം നോമ്പൂറ്റാൽ മതി എന്ന് അഭിപ്രായമുള്ള ആളുകൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിമീങ്ങളുണ്ട്. അവർക്ക് ഇമാമുണ്ട്, അവർ സംഘടനയാണ്. ആകെ 3 ദിവസം നോമ്പൂറ്റാൽ മതി. കുത്തിബ അലൈക്കും സിയാമു. സിയാം അത് ബഹുവചനാണ്, 30 എന്ന് പറഞ്ഞിട്ടില്ല. ഫമൻ ഷഹീദ മിൻകും ശഹ്റ ഫൽയസ്മു. ആ മാസത്തിൽ ഹാജറുള്ളൊരു നോറ്റോട്ടേന്നുണ്ട്. അപ്പൊ ആ മാസത്തിനുള്ളിലാണ് പറഞ്ഞത്, മൊത്തം പറഞ്ഞിട്ടില്ല. അപ്പൊ ബഹുവചനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര മതി? 3. അപ്പോൾ റമദാൻ മാസത്തിൽ എത്ര നോമ്പ് കൊണ്ടുള്ളൂ? 3. അങ്ങനെ ആളുകളുണ്ട്. അത് എവിടെ? മലപ്പുറം ജില്ലയിൽ. മലപ്പുറത്തിന് മീം എന്ന് പറഞ്ഞാൽ മക്കയിലെ മീമാണ്.
മക്കത്തെ മീമാണ് മലപ്പുറം ജില്ലയിലെ മീം. ജമാഅത്ത് നിസ്കരിക്കണമെന്ന്, ജമാഅത്ത് നിസ്കരിച്ചാൽ കൂലിട്ടില്ല എന്ന് അഭിപ്രായമുള്ള ആളുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. മലപ്പുറം ഉണ്ട്. മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ മോശം നാട് അല്ല കേട്ടോ, കേരളത്തിലെ നല്ല നാടുണ്ടെങ്കിൽ മലപ്പുറം ജില്ല എന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു. കേരളത്തിലൊരു നല്ല നാടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയോളം നന്മയുള്ള ഒരു നാട് കേരളത്തിൽ എൻ്റെ അറിവിലില്ല. അത്രയും നന്മ നാടാണ്, യാതൊരു അംശമില്ല. മലപ്പുറമാവുന്ന അത്ര പുരട്ടിയ ഒരുത്തനെ തോണ്ടിത്തേച്ചത് മാത്രമാണ് കോഴിക്കോട്. കോഴിക്കോട് നല്ല നാടാണ്. എന്നാൽ മലപ്പുറമാകുന്ന അത്ര ഒരാൾ തേച്ചിട്ടുണ്ടെങ്കിൽ ഓനെ തോണ്ടിയത് മാത്രമാണ് കോഴിക്കോട്. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ട് ജില്ലയും പരിചയമുണ്ട്, മലപ്പുറം ജില്ലയുണ്ട്, കോഴിക്കോട് പരിചയമുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയോളം നന്മയുള്ളൊരു നാട് കേരളത്തിലുണ്ടാവില്ല, ദക്ഷിണേന്ത്യയിലുണ്ടാവില്ല. അങ്ങനെയൊക്കെ നന്മയുള്ളതാണ്. പക്ഷെ അതേ മലപ്പുറം ജില്ലയിൽ ഇതുണ്ട്. എന്നൊക്കെ പറഞ്ഞ തല കൊടുത്തിട്ട് ചിന്തിക്കണം. കൂലി കിട്ടൂല. പ്രത്യേകിച്ച് ഇമാമ് ശമ്പളക്കാരനാണെങ്കിൽ തീരെ കൂലി കിട്ടൂല, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തബിഉമല്ല യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. കൂലി ചോദിക്കാത്തവരോടെ തുടരാൻ പാടുള്ളൂ എന്ന് യാസീനിലുണ്ട്. ഇത്തബിഉ, നിങ്ങൾ തുടരുക. മൻ, ചില ആളുകളെ, ലാ യസ്അലുക്കും അജ്റൻ, അവർ നിങ്ങളോട് ശമ്പളം ചോദിക്കുകയില്ല. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തുള്ളവർ. ഓഹോ, അപ്പോ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞാൻ ഹറമിൽ വെച്ച് കണ്ടു 2005. അപ്പൊ ഞാൻ ജമാഅത്തിന് വന്നിരിക്കുന്നത്. അപ്പോ ഞാനോനോട് ചോദിച്ചു, ചിത്രങ്ങൾ ഇങ്ങോട്ട് വന്ന്. ഇതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ 3000-4000 ശമ്പളം അന്ന്, ഇത് 40,000 റിയാൽ അന്ന് ശമ്പളമുള്ളവരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനതിന് ഇമാം ജമാഅത്തിന് നിയത്ത് വെക്കൂല, ഞാൻ ഒറ്റ സംസ്കരിക്കണത്. മലപ്പുറം ജില്ലയുണ്ട്. ജമാഅത്ത് ശമ്പളം വാങ്ങുന്ന ഇമാമിനെ തുടരരുത്, ഖുർആൻ തെളിവുണ്ട് അവർക്ക്. ഇങ്ങനത്തെ ഒരു കാലത്ത് എന്ത് നന്നാക്കാൻ ഞങ്ങൾ വിചാരിക്കണത്? അപ്പൊ വെറുതെ തർക്ക വിതർക്കങ്ങൾക്ക് പോകരുത്. ഇതൊക്കെ ഇബ്ലീസിന്റെ കളിയാണ്. ഞാനെന്തേ എൻ്റെ കാര്യം പറയാം, ഞാനെന്താണ് ഇതൊക്കെ നോക്കിട്ട് അതിൻ്റെ ഉസ്താദ് കാപ്പിൽ മുസ്ലിയാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെൻ്റെ കാഴ്ച കണ്ടതിൽ ഏറ്റവും സാലിയ മനുഷ്യ, എൻ്റെ കാഴ്ചയിൽ ഞാൻ അങ്ങനത്തെ ഒരു സാലിയ മനുഷ്യനെ കണ്ടിട്ടില്ല. ഒരു കറാത്ത് ഹറാമ് പോട്ടെ, കറാത്ത് ഇത് കണ്ടില്ല. ഹറാമൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഇല്ല, ഒരിക്കലും നടക്കൂല. അങ്ങനത്തെ മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യന്മാരിലേക്ക് പിശാച് കയറൂല. കാരണം മഹഫൂളിങ്ങളാണ് അവർക്ക് ചിന്തയിൽ അള്ളാഹ് എന്നല്ലാത്ത വിചാരമല്ല. ഇനി നമുക്ക് പ്രമാണ കസർത്തുകളുടെ കാൽ നടക്കൂല. അപ്പൊ നമ്മളെ കൽബിന്റെ തുമൈനത്തിലേക്ക് മടങ്ങണം. അവർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ജയന്തി കുട്ടി മുസ്ലിയാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ഉസ്താദ് എന്നാൽ AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദാണ്, ജയന്തി മുസ്ലിയാർ ഉസ്താദുമാണ്, ഇന്ത്യ ഉസ്താദാണ്. ഒക്കെ ജയന്തി കുട്ടി മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദാണ്. സമസ്തയുടെ സെക്രട്ടറിയായി മരിച്ചുപോയി ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരെയും ഉസ്താദാണ്, എന്റെയും ഉസ്താദാണ്. ആ മഹാൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരത്രയും വലിയ സാലിഹ മനുഷ്യനാണ്. ഇനിയിപ്പോൾ പ്രമാണങ്ങൾ നെല്ലും പറഞ്ഞു തീർക്കുന്ന കാലമല്ല, കാലമൊക്കെ കഴിഞ്ഞു. പ്രമാണങ്ങൾ നമ്മളെ കയ്യിൽ ഇമാമിങ്ങൾ അവലംബിക്കുന്നവർക്ക് ഉണ്ടേനും ബസ് അത്ര തന്നെ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്രമാണങ്ങൾ ഇല്ലാത്ത നന്നായി. ഖുർആനുണ്ട്, ഹദീസ് 40 ലക്ഷം ഹദീസ് ഇവിടെ ഉണ്ടെങ്കിൽ 40,000 മദ്ഹബ് ഉണ്ടാവും, അയിമ തല്ലുണ്ടാവും. നേരത്തെ കാലത്തെ ഹദീസൊക്കെ ഖുർആൻ പോയതും നന്നായി. ഉള്ള 5000 ഹദീസ് കൊണ്ടാണ് ഇപ്പൊ 100,000 അഭിപ്രായമുള്ളത്. അതൊരു ഹിക്മത്തായിരിക്കും അല്ലാഹുവിന്റെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. അടിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല. എന്താ അടിസ്ഥാനം? ഖുർആൻ. പിന്നെ അത് ഖുർആൻ വ്യാഖ്യാനിച്ച പ്രാമാണികരായ പണ്ഡിതന്മാർ, അതൊക്കെ ഉണ്ട്. നഷ്ടമില്ല, തല്ലില്ലാതെയുള്ളൂ. തല്ലുണ്ടാക്കാൻ മെനക്കെടരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇതാണ് ഞങ്ങളോട് പറയുന്നത്. ഒതുങ്ങിയൊരു മാത്രം വന്നാൽ മതി ദാറുൽ ഖുർആനിലേക്ക്. ഇതൊരു ഒതുങ്ങിയതാണ്. ഞാൻ തല്ലിനില്ല, ഒരു തല്ലിനുണ്ടാവില്ല. മുൻഗാമികളായ സ്വാലിഹ്യങ്ങളുള്ളത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കഴിഞ്ഞു വന്നു. പിന്നെ കോളേജിൽ നിന്നൊക്കെ വന്നു, കാസിമി ബിരുദമെടുത്ത് വന്നു. അങ്ങനെ ഒരു നാട്ടിലേക്ക് ഖത്തീബായി ക്ഷണിച്ചു. അപ്പോൾ പോവുകയാണ്. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് പോയി, കാപ്പിൽ ഉസ്താദിൻ്റെ അടുത്ത് പോയി. അപ്പോൾ പറഞ്ഞു, ആ നാട്ടിൽ നടക്കുന്ന എല്ലാ സാധാരണ കാര്യങ്ങളും നീ നടപ്പിലാക്കുക. അതിൽ ഞാൻ നടപ്പിലാക്കൂല എന്ന് പറയരുത്. നീയായി പുതിയതൊന്നും കൂട്ടുകയും ചെയ്യരുത്. മുൻഗാമികൾ നടപ്പിലാക്കിയതിന് അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടാവും. അപ്പോൾ അവർ ചെയ്തൊരു കാര്യത്തെ നിരാകരിക്കരുത്. നീയായി ഒരു കാര്യത്തെ കൂട്ടുകയും ചെയ്യരുത്. അതെൻ്റെ മതം. മുമ്പ് സാലിഹ്യങ്ങൾ നടപ്പിലാക്കിയതൊക്കെ നടപ്പിലാക്കുക. അവർക്ക് അതിന് വലിയ തെളിവുണ്ടാവും. നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തെളിവുണ്ടാവും. നമ്മളായി ഒന്നും കേറ്റരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തർക്കത്തിനും കുഴപ്പത്തിനും നടക്കുന്നവർ നടന്നോട്ടെ, അതിനൊന്നും പിന്നാലെ നിങ്ങൾ പോകരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ഒരു സമയത്തേ അപ്പൊ എത്ര മിനിറ്റ് ഉണ്ട് ഇനി? നമുക്ക്
11 അസ്മാഉൽ ഹുസ്ന ഇല്ല. യാസീൻ ഓതാ ദുആ ചെയ്യാം. എത്രയുണ്ട്? 3/4 മണിക്കൂറില്ലേ? 40 മിനിറ്റ് ഉണ്ടല്ലോ. നല്ല ഒതുക്കത്തിൽ 11 അസ്മാഉൽ ഹുസ്ന. ഞാൻ ഇന്നലെ പറഞ്ഞ ക്ലാസ് കേട്ട ആളുകൾ ഒന്നുകൂടി അത് ഓർമ്മിക്കുക. ദീനിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ദുആയാണ്. അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം എന്താണ്? ദുആ. അന്നെ എപ്പോഴും അതിന് നേരമൊക്കെ ആരോ ഇല്ല. ഇപ്പം തഹജ്ജുദ് നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല, എന്നാലും ദുആ മറക്കണ്ട. എണീറ്റപ്പോൾ എത്രയത്? പിന്നെ 5:31 ബാങ്ക് അല്ലേ? സുബൈ ബാങ്ക് 5:31 5:30 എണീറ്റ്. നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിക്കണ്ട, നഷ്ടം. പക്ഷെ അപ്പൊ തന്നെ അവിടെ തന്നെ ഇരുന്നോ, ഉതുല്ല. ഇതിനാ ഉതു എന്ത് ചെയ്തോ? പഠിച്ചോനെ ചിന്ന നന്നാക്കണം റബ്ബേ. വേറെ നാളാ 5:31 കഴിഞ്ഞ് സുബൈന്റെ ബാങ്ക് കൊടുത്തിനാണ് എണീറ്റത്. നഷ്ടപ്പെടണ്ട, ജീവൻ അവിടെ തന്നെ ഇരുന്നിട്ട് ദ്വാരുന്നോ റബ്ബേ ചിന്ന രക്ഷപ്പെടുത്തണേ. നിന്റെ റബ്ബിന് ഇപ്പൊ ഇജ്ജ് നിസ്കരിച്ചിട്ട് ഒന്നും കൂടാനില്ല. ഇജ്ജ് നിസ്കരിച്ചില്ലെങ്കിൽ അവന് കുറയാനുമില്ല. മനസ്സിലായില്ല? ലോകത്തുള്ള എല്ലാ ആളുകളും ഇബാദത്ത് ചെയ്താൽ മാ സാദ ഫീ മുൽക്കിഹി ഷൈഉൻ, അള്ളാന്റെ അധികാരത്തിൽ ഒരല്പം പോലും കൂടുകയില്ല. ഈ ലോകത്ത് ആരും ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ലം യൻഖുസ് ഫീ മുൽക്കിഹി ഷൈഉൻ, അള്ളാന്റെ അധികാരത്തിൽ അല്പം പോലും കുറയൂല. അതിനാണല്ലോ. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? എൻ്റെ അവിടേക്ക് ഞാൻ തെങ്ങിനെ കളക്കാൻ വരാൻ തീരുമാനിച്ചു. ജിന്നെ വിളിച്ചു, തെങ്ങിനെ കളക്കണം എന്നാണ്. ആയിക്കോട്ടെ ഒന്നു. ഞാൻ തെങ്ങിനെ കളക്കണോണ്ട് ഒരു തേങ്ങ എനിക്ക് കൂടില്ല കുറയില്ല എങ്കിൽ ഒരു ദിവസം ഞാൻ ലീവ് എടുത്ത് എനക്കണ്ട? തിരിഞ്ഞില്ല. പിന്നെ ഒരു എക്സ്ക്യൂസ് പറയണം. എന്ത്? ഇന്നലെ ഞാൻ പോലെന്ന് വിചാരിച്ച്, പക്ഷേ അത് എത്തിയില്ല. അത് സാരല്ല, കഴിഞ്ഞല്ലോ. അപ്പൊ വന്തോഷം ഇന്നലത്തെ ഹദീസിൽ കണ്ടില്ലേ? വന്തോഷം ആർക്കാണ്? മനുഷ്യന്മാർക്കാണ്. മാ കബ്റ അലയ്യ എന്തി ദംബുൻ, ഒരു ദോഷം എൻ്റെ അടുക്കൽ വലുതല്ല. ആര് പറഞ്ഞു? അള്ളാഹു പറയുന്ന. ഇന്നലെ അതല്ലേ പറഞ്ഞ നമ്മുടെ ഹദീസ്? അല്ലേ മോനെ? ഇന്നലെ അതല്ലേ പറയും മോനെ? അതല്ലേ അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വൻദോഷാണ്. അള്ളാഹ്ക്ക് ഒരു ദോഷം വൻദോഷമല്ല. അള്ളാഹ്ക്ക് അതൊക്കെ സെക്കൻഡിന് ആവശ്യമില്ല. അവനാണ് നമ്മളെ റബ്ബ്, കരുണുള്ളവനുമാണ്. എന്തിനാ പഠിക്കണം? അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പണി എന്താ? പറ കുട്ടി, കയ്യൊന്നിക്കുക. നിസ്കരിക്കാൻ നേരെ കിട്ടിയില്ല, നേരെ കിട്ടണ്ട. സ്വർഗത്തിൽ നമ്മളെ അമലോണ്ട് കയറുന്നവരല്ല, ദ്വാണ്ട് കയറുന്നവരാണ്. നമ്മൾ സ്വർഗത്തിൽ കയറുന്നത് എന്തുകൊണ്ടല്ല? പറയേ. ഒരാളും സ്വന്തം അമലോണ്ട് രക്ഷപ്പെടൂല എന്ന് മുത്ത റസൂൽ മുസ്തഫ. ഒരാളും സ്വന്തം അമലോണ്ട് രക്ഷപ്പെടൂല. അപ്പോൾ ചോദിച്ച സ്വഹാബികൾ, വല അന്ത യാ റസൂലല്ലാഹ്, നിങ്ങൾ രക്ഷപ്പെടില്ല നബിയെ? ഒരാണ് ഞാൻ രക്ഷപ്പെടൂല. അമലോണ്ട് രക്ഷപ്പെടുന്നില്ല. പിന്നെ എങ്ങനെ നബിയെ? ഇല്ല, അള്ളാഹുന്റെ റഹ്മത്തോണ്ട് അള്ളാഹു എന്നെ മൂടുമ്പോൾ ഞാൻ രക്ഷപ്പെടും. ആ റഹ്മത്തിനെ ചോദിക്കാനാണ് എന്ത് കയ്യൊന്തിക്കണത്? നിസ്കരിച്ചിട്ട് സ്വർഗത്ത് കിടക്കൂല, നോമ്പൂട്ട് സ്വർഗത്ത് കിടക്കൂല, അജ്ജിന് സ്വർഗത്ത് കൊടുക്കൂല, ഒന്നും കിടക്കൂല. ദുആന്റെ കിടക്കും. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ ഒരാൾക്ക് ചെയ്യാനുള്ളത് ബറാത്തിന്റെ രാത്രി എന്തിനുള്ളതാണ്? ദുആ. ബറാത്തിന്റെ പകൽ എന്തിനുള്ളതാണ്? ദുആ. ഇനി നാളത്തെ പകൽ എന്തിനുള്ളതാ? ദുആ. ഇനി റമളാൻ വരാൻ പോവാ, എന്തിനുള്ളതാ? ദുആ. അൽ ബഖറ, ഒറ്റ വാക്കുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് കയറാം. അൽ ബഖറ 183, 184, 185, 187 നോമ്പിന്റെ ആയത്താ. നോമ്പിന്റെ ആയത്തുകൾ 183. അൽ ബഖറ 183 നോമ്പിനെ പറ്റി ഖുർആനിൽ പറഞ്ഞ ആയത്താണ്. അൽ ബഖറ 183, 184, 185, 187. എന്തില്ല? 186 ഇല്ല. വൈ? പണ്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ബഖറ നോമ്പിന്റെ ആയത്തുകളാണ് കേട്ടോ, നോമ്പിന്റെ ആയത്തുകളാണ്. 183, 184, 185, 187. എന്തില്ല? അതിനിടയിൽ 186 ഇല്ല. എന്നാ ഈ ആയത്ത് ബാക്ക് കിട്ടൂടെ കുറച്ചോട്? 186 എന്താ? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. നിങ്ങൾ എന്നോട് ദ്വാർന്നോളി, ഞങ്ങൾ തൊട്ടടുത്തുണ്ട്. ഇതാണ് 186. 187 186 എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നോമ്പ് കഴിഞ്ഞിരിക്കും. പിന്നെ 187 നോമ്പ് തന്നെയാ.
എന്താ 187? വഹില്ല ലക്കും ലൈലത്തസ് സിയാമിർ റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലക്കും. മുസാഫ് ആയത്ത് മൊത്തം എടുത്താ വേഗം ഒറ്റ മിനിറ്റ് എടുത്താ 183 മുതൽ. ഭയങ്കര. ഇവിടെ ഇമാം സുയൂത്തി പറഞ്ഞൊരു വർത്താനുണ്ട്, അതെന്നെ വളരെ ചിന്തിപ്പിച്ച്. ഇമാം റാസി തങ്ങൾ ഇത് പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മ. ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം തന്നെ കണ്ണിൻ്റെ കണ്ണുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹു തആല ദുആന്റെ ആയത്തിനെ എടി കയറ്റിയത് നോമ്പിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്താണ്? ദുആയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 183 മുതൽ 183 അതിന്റെ തുടക്കം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും. 184 അയ്യാമ മഅദൂദാത്ത് ഫമൻ കാന മിൻകും അല്ലേ, അയ്യാമ മഅദൂദാത്ത്. 185 ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. 187 വഹില്ല ലക്കും ലൈലത്തസ് സിയാമിർ റഫത്ത് ഇലാ നിസാഇകും. വഹില്ല ലക്കും ലൈലത്തസ് സിയാമിർ റഫത്ത്, രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് ഭാര്യയുടെ അടുത്ത് പോകാം. 187. 186 ഇദാ സഅലക ഇബാദി ദുആ. എന്തിനാ ഇത് കയറ്റിയത്? നോമ്പിന് നമ്മൾ ചെയ്യാൻ പ്രധാനപ്പെട്ട പണി എന്താ? നോമ്പെടുക്കല്ലേ? എന്ത് ദ്വാരക്ക. ഇനി ഒരിക്കലും നോമ്പ് കിട്ടിയില്ല, യാത്രക്കാരനാണ്. എന്നാലും എന്ത് ചെയ്യാ? അവർക്കെന്നെ ഞാൻ കടം വീട്ടുള്ള ദിവസം ഈ ദ്വാന്റെ പ്രാധാന്യം ഉണ്ടാവില്ല, സാധാ പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ വേറൊരു 4 മാസം കഴിഞ്ഞാൽ കള്ളം വീട്ടുന്നത് കള്ളം നടക്കും. എന്ത് പ്രാധാന്യമില്ല? ഈ ദ്വാന്റെ പ്രാധാന്യമില്ല. ദ്വാന്റെ മാസമാണ് ഏത്? റമളാന്, ശഹ്റുദ്ദുആ. നോമ്പ് എന്തിന്റെ മാസമാണ്? ദ്വാന്റെ മാസമാണ്. അത് പഠിപ്പിക്കാനാണ് എടി കയറ്റിയത്. ഈ നോമ്പിന്റെ മാസം എന്തുവാണ്? സയ്യിദു ഷുഹൂർ, മാസങ്ങളിലെ നേതാവ് ഏതാ? റമളാൻ. അപ്പൊ സയ്യിദുൽ അഅ്മാൽ ഏതാ? ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഓരോരുത്തർക്കാണ് തരും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിൽ. നോമ്പിന്റെ പേരെന്താ? സയ്യിദു ഷുഹൂർ. റമളാൻ എന്താണ്? സയ്യിദു ഷുഹൂർ തന്നെ. മനസ്സിലായില്ലേ? റമളാൻ ചെയ്യേണ്ട പ്രധാന അമൽ ഏതാണ്? ദുആ. അപ്പോൾ സയ്യിദുൽ അഅ്മാൽ ഏതാ? ദുആ തന്നെ. നിസ്കാരം ഏറ്റവും വലിയ അമൽ. നിസ്കാരം എന്താ? ദുആ. ഒരു അടിമക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? ദുആ. എന്താ ദുആയിൽ പറയേണ്ടത്? പഠിച്ചോനെ, എനിക്ക് ഇന്നലെ തഹജ്ജുദ് പോയി, എനിക്ക് ഇന്നലെ ലൂറ് കളയായി, ഞാൻ പിന്നെ വീട്ടാ ചെയ്തത്. മാപ്പാക്കണം, ഈ പൂർത്തിത്തരണം, എന്നെ രക്ഷപ്പെടുത്തണം, 1-ാം വഖത്തിൽ നിസ്കരിച്ചവരെ കൂട്ടത്തിൽ എന്നെ കൂട്ടിത്തരണം. ഇതൊക്കെ ആരോടാ പറയണത്? അല്ലാഹുവോടല്ലേ. ഓന്റെ പണി എന്താ? ദുആ കേൾക്കാതിരിക്കുക അല്ലേ? അങ്ങനത്തെ റബ്ബില്ലേ? ഏതെങ്കിലും ഒരു ബലി കൊടുത്തിട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടുന്നവനാണോ നമ്മളെ റബ്ബ്? എല്ലാ മതങ്ങളും ചില അനുഷ്ഠാനങ്ങൾക്ക് ബലി നിർബന്ധ. ഇസ്ലാമിൽ ബലി നിർബന്ധം തന്നെ. ഒരു ഐച്ഛിക അമല. ചെയ്യണമെങ്കിൽ ചെയ്യാ, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ ഹജ്ജിൽ തെറ്റിയാലോ? ഹജ്ജിൽ തെറ്റിയാ 10 ദിവസം മുമ്പ് വെച്ചാൽ മതി. എന്ത് നിർബന്ധമല്ല? ഫിദിയ ആർഡർക്കൽ നിർബന്ധമല്ല. എന്ത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇസ്ലാമിൽ അങ്ങനത്തെ ഒന്നുമില്ല. അതൊക്കെ ചെയ്യോ, കഴിയുകയോ ചെയ്തോ, നിങ്ങൾ നിർബന്ധമൊന്നുമില്ല. നിർബന്ധം പോലത്തെ കാര്യമാണ് എന്ത്? കൈ പൊന്തിച്ചോ. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് ഏതാ? കമ്പ്യൂട്ടർ അടിച്ചു നോക്കണം. കമ്പ്യൂട്ടർ അടിക്കണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഫാത്തിഹ. ഫാത്തിഹയുടെ പേരെന്താ? സൂറത്തു ദുആ എന്ന് പറയണങ്ങായി. പിന്നെ എന്തിനാ കലം വരെ ചോദ്യം പറയേ? എന്താ ഫാത്തിഹയുടെ പേര്? സൂറത്തു ദുആ. പിന്നൊരു പേര് സൂറത്തു തഅലീമിൽ മസ്അല, എങ്ങനെ ദുആക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായം. സൂറത്തു ദുആ എന്നും അതിന് പേരുണ്ട്. സൂറത്തു തഅലീമിൽ മസ്അല, എങ്ങനെ ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അധ്യായം. സമയം കഴിഞ്ഞു, അവസാനിപ്പിക്കാം. അപ്പോൾ കൈ പൊന്തിക്കൽ നിർത്തന്നെ ചെയ്യരുത്. അപ്പോൾ കൈ പൊന്തിക്കണം. അടിമയുടെ ഏറ്റവും വലിയ കാര്യം എന്താണ്? കൈ പൊന്തിക്കുക. കടം കൂടി എന്താ ചെയ്യേണ്ടത്? കൈ പൊന്തിക്കുക. സേർ വാദിച്ചു, കൈ പൊന്തിക്കുക. മൂല്യർക്ക് കൊണ്ടേറ്റ് പരിശുദ്ധത്തിന് ഒരു കാര്യമല്ല. സേർ ബാത്തിലാക്കാൻ കഴിയുന്ന ഒരാളങ്ങൾ പത്രത്തിൽ കൊടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ 300 ദിവസം തലകുത്തി നടക്കാം. ഒരു കുഞ്ഞിച്ചട്ടിയോ മുട്ടമലോ എഴുതിയിട്ട് സേർ ഭാഗത്തിലാക്കി തരാൻ പറ്റിയ ഒരാളെ പേരുങ്ങൾ പറഞ്ഞെന്നാൽ ഞാൻ 300 ദിവസം തലകുത്തി നടക്കും. ഒന്നും കൂടി പറഞ്ഞാൽ അല്ല, പറയുമ്പോൾ പറയാനോ. കുഞ്ഞിച്ചട്ടിമ്മൽ എഴുതിയിട്ടോ മുട്ടമ്മൽ എഴുതിയിട്ടോ സിഹിർ ബാത്തിലാക്കി തരാൻ കഴിയുന്ന ഒരു മൂല്യരെയോ തങ്ങളെയോ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ഞാൻ 300 ദിവസം തലകുത്തി നടക്കും. അൽ-ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.